ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇതില് ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ജനപ്രതിനിധികളുടെ ഒരു പങ്കാളിത്തം അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? ഇന്നലെ നമ്മളിവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പൊ വിവിധ മതത്തിലുള്ള പ്രതിനിധികളും നിയമവിദഗ്ധരും സമൂഹത്തിന്റെ മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് വിളിച്ചു നടത്തി. എല്ലാവരും ഈ ബില്ല് പാസ്സാക്കുന്നതിലുള്ള ആശങ്ക നമ്മളെ അറിയിക്കുകയുണ്ടായി. ജനങ്ങൾക്ക് കിട്ടുന്ന അളവറ്റ നന്മയ്ക്കാണ് ഈ ബില്ല് പാസ്സാക്കുന്നത് മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും വഴി ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനേകായിരം നന്മകളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതിന്റെ ആശങ്ക നമ്മൾ ക്രൈസ്തവർ മാത്രമല്ല മറ്റുള്ള എല്ലാ മതസ്ഥരും അത് വെളിവാക്കുകയുണ്ടായി. അവർ നമ്മളോട് പറയുകയുണ്ടായി. അവർ നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളും റെഡിയാണെന്നുള്ള രീതിയിൽ അവർ നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പൊ അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നതും. ഒരു തരത്തിലും ജനങ്ങൾക്ക് അഹിതമാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ ഈ ബില്ല് പാസ്സാക്കരുതെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ ഈ എംപിമാരുടെ റോൾ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും നിങ്ങൾ അവരെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? എംപിമാർ നമ്മൾ എല്ലാ എംപിമാരെയും, ഭരണപക്ഷവും പ്രതിപക്ഷത്തുള്ള എല്ലാ എംപിമാരെയും ലെറ്റർ മുഖേനയും കത്ത് മുഖേനയും, അതിനുള്ള കോൺസെപ്റ്റ് നോട്ടൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. കത്ത് മുഖേനയും നേരിട്ടും ബന്ധപ്പെട്ട് നമ്മുടെ ഈ ആവശ്യം അറിയിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള കമ്മിറ്റികളും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്.